അസ്സലാമലൈക്കും നൗഷോ പറേ തുടങ്ങല്ലെന്നാല് എന്തേലും രണ്ട് വാക്ക് പറയുന്ന ഒരു പൊറുതിയാടല്ലേ നൗഷോ. എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വലിയ സമുദ്രമാണ്. എത്ര പറഞ്ഞാലും തീരാത്തൊരു സമുദ്രമാണ്. ആരാണ് നൗഷോ? അത് ആരാ ആള്? ആളെന്ന് പറഞ്ഞാല് മഹാനായ കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദാണല്ലേ? കാന്തപുരം ഉസ്താദാണ് ആ ആള് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് ശരി. ഇനിയും ഈ സമുദായത്തെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടി ഈ മഹത്തായ പരിപാടിയുടെ ലക്ഷ്യമാണ്. ഈ പരിപാടിയുടെ ലക്ഷ്യം കാന്തപുരം ഉസ്താദ് മഹാനാണ് എന്ന് അറിയിക്കലും കൂടെയാണല്ലേ? അത് ശരി. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പരാമർശിക്കുന്ന ഓരോ വിഷയങ്ങളും അതുകൊണ്ട് പൊന്നാര സുഹൃത്തുക്കളെ, ഇവിടെ പരാമർശിക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ശക്തമായി കൊണ്ട് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇതാണ് നൗഷു പറയുന്നത്. നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് നൗഷു ആദ്യകാലങ്ങളിൽ, ഇതിപ്പോൾ പറഞ്ഞതല്ല കേട്ടോ, ഇതൊക്കെ മുന്നേ പ്രസംഗിച്ചതാണ്. നൗഷു ഒരു സംഘടനയിലായിരുന്ന സമയത്ത് നൗഷാദ് പ്രസംഗിച്ചതാണ് ഇതൊക്കെ. ഇപ്പോൾ ഇനി കണ്ടറിഞ്ഞ് ഇങ്ങനെ നിന്നോളി. നമ്മൾ എപ്പോഴാണ് കാട്ടുകള്ളം ഹാഫിള് കള്ളനാണ് എന്ന് പറയുന്നത് ഇങ്ങനെ കാത്തു നിന്നോളി. നൗഷാദിൻ്റെത് കഴിവിൻ്റെ പരമാവധി കേട്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതെപ്പം പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മടവൂരും കള്ളനേക്കാരം. പിന്നെ ഓൻ്റെ അടപ്പൂരിയിലെ അതോ ഹാപ്പിളിനെ ഊരി അങ്ങോട്ട് കൊടുക്കും. ഏതായാലും ബാക്കി ഏതായാലും ഒന്ന് കേൾക്കാൻ രസമുണ്ട്. ഏതായാലും പറയുന്നത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുകയും ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക്. ബാക്കി പറയും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉസ്താദുമായി നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഉസ്താദുമായി നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചോളിട്ടോ. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനായിട്ട് ബന്ധപ്പെടാനായിട്ടോ നൗഷാദ് പറയുന്നത്. കാട്ടുകള്ളൻ നമ്മളെ കുരുവട്ടൂരിനല്ല കേട്ടോ. ഇനി അതെഴുതിയിട്ട് കുരുവട്ടൂരിനെ മുത്താന്നൊക്കെ ഉണ്ട്. കുരുവട്ടൂരിനല്ല, സുൽത്താനുൽ ഉലമനെയാണ് പറയുന്നത്. ബന്ധപ്പെട്ടോളീന്ന് പറഞ്ഞത്. ബാക്കി പറയാം. ഉസ്താദവറുകളുടെ പിന്നിലായി നമുക്ക് പരലോകത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം. പടച്ചോനെ, ഉസ്താദിന്റെ പിന്നിലായി സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് ആണ് പോയി പറയണത്. ഉസ്താദിന്റെ പിന്നിൽ പറഞ്ഞാൽ ഏതാ ഉസ്താദ് അറിയോ? AP ഉസ്താദിന്റെ പിന്നിലായി സ്വർഗത്തിലേക്ക് കടന്നു പോകണം. നമ്മൾ കാട്ടുകള്ളം കുരുവട്ടൂരിൻ്റെ അല്ല. ഏതായാലും സുൽത്താനുൽ ഉലമന്റെ ബേക്കിൽ അല്ലാഹു തആല കടക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ബാക്കി ഏതായാലും അതിനുള്ള ഒരു നേതാവായി മഹാനായ കാന്തപുരം ഉസ്താദിനെ കാണുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പം നൗഷാദ് പറഞ്ഞത് കേട്ടില്ലേ? അതിനുള്ള ഒരു നേതാവായിട്ടും കൂടിയും AP ഉസ്താദിനെ കാണണമെന്നാണ് പറയാനുള്ളത് എന്നാ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ നടന്നപ്പോൾ അങ്ങനെ നടന്നാൽ മതിയായിരുന്നില്ലേ പൊന്നാരൻ്റെ കുട്ടിയെ? അങ്ങനെ നടന്നാൽ മതിയായിരുന്നില്ലേ? പിന്നെ എന്തിനെ കാക്കാൻ്റെ കുട്ടി ഇങ്ങോട്ട് വേറെന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെ എൻ്റെ കാട്ടിയത്? പൊന്മൾ ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് റെക്കോർഡ് ചെയ്യുക, പേരോട് ഉസ്താദിനെ റെക്കോർഡ് ചെയ്യുക, കാളമ്പാടി ഉസ്താദിനെ റെക്കോർഡ് ചെയ്യുക. ഒരു ജിഷാനും കൂടി, പിന്നെ ഒരു രാമന്തളിയും കൂടി. ഇപ്പം രാമന്തളിൻ്റെയും തലല്ല, ജിഷാൻ്റെയും തലല്ല, ഒരൊക്കെ മാറി നിന്നു, ഒരൊക്കെ കുടുങ്ങി പെട്ടുപോയി. ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു തിരുപ്പേറ്റ് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം ഇതിലും ഇതിലും അല്ലാത്ത തിരുപ്പ്, ഇതിലും അല്ലാത്ത എൻ്റെ കുട്ടി നല്ലൊരു ഏതെങ്കിലും ഒരു സംഘം അയക്ക് കൂടിക്കോ, SKSSF കൂടിക്കോ, എന്നാലും വേണ്ടില്ല. എന്നിട്ട് കൂടിക്കാണ്ട് ആദ്യം പറഞ്ഞതിനെ മാതിരി സുന്നത്തെ അമായത്ത് നല്ലോണം നല്ല രസമാണ് കേൾക്കാൻ. സുന്നത്തെ അമായത്ത് നല്ലോണം പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ ലൈവിലൊന്ന് കയറി നോക്കി, ആകെ 200 180 200 ആൾക്കാർ മാത്രമാണ്. നമ്മളൊക്കെ ലോക്കലീസല്ലേ. ഇജൊക്കെ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര പ്രഭാഷകനും അന്താരാഷ്ട്ര പ്രവർത്തകനും ഷെയ്ഖിൻ്റെ മുരീദല്ലേ. എൻ്റെ ഷെയ്ഖിനിക്ക് അല്ലാഹു തആല ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് അറിയിച്ചു കൊടുക്കുകയല്ലേ.
അള്ളാൻ്റെ റസൂലിനിക്ക് വരെ ജിബിരിയിൽ മുഖാന്തരാണ് എത്തിച്ചു കൊടുക്കണത്. എൻ്റെ ഷെയ്ഖിനിക്ക് മറ്റേ കാട്ടിലിരുന്ന് കാണ്ട് കാട്ടിക്ക് അള്ളാഹു തആല നേർക്ക് നേരെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയല്ലേ. അങ്ങനത്തെ ഒരു ഷെയ്ഖിൻ്റെ മുരീദല്ലേ പെജ്. അപ്പം ഇജ് വലിയൊരു പ്രവർത്തകനൊക്കെ ആകുമ്പോൾ 100 100 200 ആൾക്കാർ മാത്രം ഇങ്ങനെ ലൈവ് കുത്തിരിക്കുമ്പോൾ ഒരു മോശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇജൊരു കാര്യം ചെയ്യും, ഒന്നിരിക്കൽ എന്ത് ചെയ്യാം, മറ്റേ സുന്നത്യമായതിൻ്റെ ഒപ്പം കുടിക്കും, അല്ലെങ്കിൽ സമസ്ഥാനമായാലും വേണ്ടില്ല, സമസ്ഥാനമായാലും വേണ്ട, എന്നിട്ട് നല്ലോണം സുന്നത്യമായത്ത് പറയും. അതിൻ്റെ സുന്നത്യമായത്തൊക്കെ ആദ്യം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇൽമ് ഊരിക്കളഞ്ഞു എന്നാണ് തോന്നുന്നത്. എൻ്റെ ഇൽമൊക്കെ ഊരിക്കളഞ്ഞു എന്നാണ് തോന്നുന്നത് കേട്ടിട്ട്. എൻ്റെ ഈ കാട്ടിക്കൂട്ടലൊക്കെ പാടെ കണ്ടിട്ട്. ഏതായാലും പാടച്ചോൻ കാക്കട്ടെ. ഉസ്താദുമാരുടെ ശാപം വാങ്ങിയുകൊണ്ട് നടന്ന ചിലപ്പോൾ നമ്മൾ കരുതിയ മാതിരി ഒന്നും ആവില്ല, നമ്മൾ അർത്ഥം വെക്കുക, കരുതിയ മാതിരി ഒന്നും ആവില്ല, എന്ത് ചെയ്യുക, നമ്മൾ വായിക്കുക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തന്നെയാണ് എൻ്റെ കുട്ടിക്ക് പറ്റിയത്. ഏതായാലും പാടച്ചോൻ കാക്കട്ടെ എല്ലാവരെയും. അസ്സലാമു അലൈക്കും.